അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഭാരതം. വെടിനിർത്തലിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ല. നടന്നത് DGMO തല ചർച്ച മാത്രമാണ്. അമേരിക്കയുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വ്യാപാര ബന്ധം ചർച്ചയായിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. From the time of Operation Sindoor commenced on 7th May till the understanding on cessation of firing and military action on 10th May, there were conversations between Indian and US leaders on the evolving military situation. The issue of trade did not come up in any of these discussions. വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണനും ഐസൻ ജോസും ചേരുകയാണ്. ആദ്യം ഐസനിലേക്ക്. ഐസൻ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളിയിരിക്കുകയാണ് ഭാരതം. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു മധ്യസ്ഥതയും വഹിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഭാരതം ഈ കാര്യം, അതായത് JD വാൻസൊക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചകളെല്ലാം നടക്കുകയും ചെയ്തു. ഈ ചർച്ചകളിൽ ഒന്നും തന്നെ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. നടക്കുന്ന സംഭവവികാസങ്ങൾ, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഈ സംഘർഷത്തിൻ്റെയും ഈ സൈനിക നടപടികളുടെയും വിശദാംശങ്ങൾ മാത്രമാണ് അമേരിക്കയുമായി പങ്കുവച്ചത്. എന്നാൽ അതിൽ വാണിജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രേഡുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും ഉണ്ടായില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം രൺധീർ ജയ്സ്വാൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടതാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത്, നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ട്രംപിൻ്റെ ചില നിലപാടുകളുണ്ടായിരുന്നു. ട്രംപ് ഈ വെടിനിർത്തൽ ധാരണ നടപ്പിലായ ദിവസം മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് ഭാരതം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമായി പാകിസ്ഥാനും ഭാരതവും തമ്മിൽ അതിനെ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയായ ദി ട്രൂത്തിലെ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം ചില മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത്, ചില വാണിജ്യ ഇടപാടുകൾ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാനുമായി ചില ട്രേഡ് വാറുകളൊക്കെ നടക്കുന്ന ആ ഒരു സാഹചര്യം പോലെ അധിക താരിഫ് ചുമത്തുന്നത് പോലുള്ള ചില നടപടികളിലേക്ക് നീങ്ങുമെന്ന ഒരു നിലപാട് ഭാരതവുമായി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്നാണ് ട്രംപ് അറിയിച്ചത്. എന്നാൽ അക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ലെന്നും അക്കാര്യം ചർച്ച പോലുമായില്ലെന്നാണ് ഇപ്പോൾ രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ട്രംപ് എന്താണോ അവകാശപ്പെട്ടത്, ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചർച്ചകളിലേക്ക്, ചില സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് നീങ്ങുമെന്ന നിലപാട് അമേരിക്ക അറിയിച്ചപ്പോൾ ഭാരതം പാകിസ്ഥാനുമായുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് ട്രംപിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതാണ് ഇപ്പോൾ രൺധീർ ജയ്സ്വാളിൻ്റെ ഈ നിലപാടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അത്തരം കാര്യങ്ങൾ ചർച്ചയായില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റ് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. UN സെക്യൂരിറ്റി കൗൺസിലിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതിന് പ്രത്യേക പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട്, വാണിജ്യ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടില്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ടല്ലേ? നമുക്കറിയാവുന്നതാണ്, രൺധീർ ജയ്സ്വാൾ വളരെ കൃത്യമായി പറയുന്നത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഈ UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ നൽകി 5 സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അറിയിക്കുന്നത്, അതായത് സൈനിക നീക്കങ്ങളുടെയും ഭാരതം എന്തുകൊണ്ട് ഈ സൈനിക നീക്കത്തിന് മുതിർന്നു, ഏപ്രിൽ 22 നടന്ന UN സെക്യൂരിറ്റി കൗൺസിൽ തന്നെ പ്രതികരിക്കുകയും കൃത്യമായി അപലപിക്കുകയും ചെയ്ത ഒരു വിഷയത്തിൽ ഭാരതത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായുള്ളൊരു സൈനിക നടപടിയെന്ന് കൃത്യമായ നിലപാട് UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളെ, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥിരാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും അറിയിച്ചിരുന്നു. അതായത് 15 അംഗരാജ്യങ്ങളെയും കൃത്യമായി ഭാരതം ഇത് അറിയിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ അമേരിക്കയുമായി നടന്നിട്ടുണ്ട്. മാത്രമല്ല JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അതാത് തലത്തിലുള്ള ചർച്ചകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിൽ സൈനിക നടപടികളെക്കുറിച്ചും അതുപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും, വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ അനിവാര്യത, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവർ ഉന്നയിക്കുകയും ആ പ്രശ്നങ്ങൾ ഗൗരവമായി ഏറ്റെടുക്കുകയും അന്താരാഷ്ട്ര സമൂഹം ചെയ്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ നടപടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകളിലൊന്നും തന്നെ വരാത്തൊരു വിഷയമാണ് ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ടതും ഈ താരിഫിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. അത്തരത്തിലൊരു അവകാശവാദം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പൂർണ്ണമായും തള്ളുകയാണ് ഭാരതം. അത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി ദിനം ഗൗതം കൂടി ചിരിക്കുകയാണ്. ഗൗതം, ഈ കശ്മീർ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ മാത്രമാണെന്നാണ് ഒരിക്കൽ കൂടി ഭാരതം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്?
KP നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇനിയും ചർച്ചയുണ്ടാകുക എന്ന കാര്യം അടിവരയിട്ട് പറഞ്ഞു. ഇപ്പോൾ ആ കാര്യത്തിന്റെ ഒരു ആവർത്തനമാണ് വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീർ വിഷയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് POJKയുമായി ബന്ധപ്പെട്ടതാണ്. പാക് അധീന ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ഭാരതം ചർച്ച ചെയ്യാൻ ഒരുക്കമുള്ളത് എന്ന് പറയുമ്പോൾ കശ്മീർ എന്നൊരു ചർച്ചാ വിഷയം അവിടെ ഉദിക്കുന്നില്ല. കാരണം കശ്മീർ നിലവിൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അത് മുൻപും ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശം തന്നെയാണ് എന്ന കാര്യം ഭാരതം എക്കാലവും തുറന്നു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ POJK ആണ് ഇനി ഒരു ചർച്ചാ വിഷയം. അതിന്റെ ചരിത്രം നമുക്കറിയാം. 1947 രാഷ്ട്ര വിഭജന കാലഘട്ടത്തിൽ പാകിസ്ഥാൻ കടന്നു വരികയും പിന്നീട് ഭാരതത്തിന്റെ സൈന്യം അത് പിടിച്ചെടുക്കാൻ സജ്ജമായിരുന്നെങ്കിലും നെഹ്റുവും മറ്റും അന്ന് കാണിച്ച ചില തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഭാരതത്തിന് കൈമോശം വന്നുപോയ പ്രദേശമാണ് പാക് അധീന ജമ്മു കാശ്മീർ. ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമേ ഇനിയുമുള്ളൂ എന്നാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ നിലപാട് ഭാരതം വിശദീകരിച്ചതാണ്. ഒപ്പം ഒരു മൂന്നാം കക്ഷിയെ POJKയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഭാരതം ക്ഷണിക്കുന്നില്ല എന്ന കൃത്യമായ സന്ദേശം കൂടി ഇപ്പോൾ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും നമ്മുടെ നാട് നൽകുകയാണ്. കാരണം ഇതിലൊരു മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല. POJK പ്രശ്നവും കശ്മീർ പ്രശ്നവുമെല്ലാം ഭാരതത്തിനും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ മൂന്നാമതൊരു കക്ഷി വന്ന് അതിൽ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഭാരതത്തിന് എക്കാലവും ഉള്ളത്. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇന്നിപ്പോൾ വിദേശകാര്യ വക്താവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. KP ശരി, ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.